18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 29, 30, 31 ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സൂറത്ത് അൽ കഹ്ഫിൽ ഗുഹാവാസികളുടെ സംഭവങ്ങൾ വിശദമായി നമ്മൾ പറഞ്ഞു. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെയും അവൻ്റെ യുക്തിയെയും അവൻ്റെ അനുഗ്രഹത്തെയും എല്ലാം നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു സംഭവമാണ്. ജീവിതത്തിൽ വിശ്വാസികൾ നിലക്ക് വളരെ വലിയ പ്രതീക്ഷ നൽകുന്ന, നിർഭയത്വം നൽകുന്ന ആശയങ്ങളാണ് നമ്മൾ പഠിച്ചത്. തുടർന്ന് വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതൊന്ന് ഓതി നോക്കാം. ശേഷം ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് വരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ശാഅ ഫൽയുഅ്മിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഇന്നാ അഅ്തദ്നാ ലിദ്ദാലിമീന നാറൻ അഹാത ബിഹിം സുറാദിഖുഹാ വഇൻ യസ്തഗീസൂ യുഗാസൂ ബിമാഇൻ കൽമുഹ്ലി യശ്വിൽ വുജൂഹ ബിഅ്സശ് ശറാബു വസ്സാഅത് മുർതഫഖാ. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഇന്നാ ലാ നുളീഉ അജ്റ മൻ അഹ്സന അമലാ. ഉലൈക ലഹും ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാറു യുഹല്ലൗന ഫീഹാ മിൻ അസാബിറ മിൻ ദഹബിൻ വയൽബസൂന സിയാബൻ ഖുളറൻ മിൻ സുന്ദുസിൻ വഇസ്തബ്റഖിൻ മുത്തഖീന ഫീഹാ അലൽ അറായിക് നിഅമസ് സവാബു വഹസുനത് മുർതഫഖാ. 3 ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തത്. നമുക്കതിൻ്റെ ആശയങ്ങളിലേക്ക് കടക്കാം. ഇസ്ലാം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇസ്ലാമിനെ സ്വീകരിക്കണമെന്ന് നിർബന്ധം ചെലുത്തുന്നില്ല. കാരണം നിർബന്ധിക്കുക എന്നത് യഥാർത്ഥത്തിൽ ഒരാളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കുവാനുള്ള ഒരു വഴിയല്ല. ഒരു പക്ഷേ നിർബന്ധപൂർവ്വം ഒരാൾ ചെയ്യുകയാണെങ്കിൽ അയാളതൊരു കടമക്ക് വേണ്ടിയാണ് ചെയ്യുക. അത് പലപ്പോഴും അതിൻ്റെ ഗുണത്തിലെത്തിക്കൊള്ളണമെന്നില്ല. നമ്മളൊക്കെ നമ്മുടെ കുട്ടികളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ജോലി നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അവർ താല്പര്യപൂർവ്വം ചെയ്യുന്ന പോലെ അല്ല. പിന്നെ മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് ആത്യന്തികമായി ഗുണം ചെയ്യുന്ന, അതുകൊണ്ട് മാത്രമേ ഗുണം ലഭിക്കൂ എന്ന രൂപത്തിലുള്ള ദൈവികമായ ആശയങ്ങളാണ് ഇസ്ലാമിലുള്ളത്. അപ്പോൾ അത് ആ വ്യക്തിൻ്റെ ഗുണത്തിന് വേണ്ടിയാണ്. അത് മനസ്സിലാക്കി അയാൾ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഗുണം അയാൾക്ക് ലഭിക്കുകയുള്ളൂ. അതുമല്ല മറ്റൊരു കാര്യം, ഏതൊരു ബുദ്ധിക്കും ബോധ്യപ്പെടാവുന്ന ബുദ്ധിപരമായ, യുക്തിപരമായ ഒരു സത്യമാണ് ഇസ്ലാം. അതുകൊണ്ട് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യത്തെ എന്തിനാണ് നിർബന്ധിച്ചും പ്രലോഭിപ്പിച്ചും ചെയ്യേണ്ട കാര്യം? അതുകൊണ്ട് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. ലാ ഇക്റാഹ ഫിദ്ദീൻ. മതത്തിൽ ഒരിക്കലും നിർബന്ധം ചെലുത്തുന്നില്ല. ചില ആളുകൾ പറയും അമുസ്ലിങ്ങളെ കണ്ടിടത്ത് വെച്ച് കൊല്ലണമെന്ന് ഇസ്ലാമിലുണ്ട്, അവരോട് ശത്രുതാപൂർവ്വം മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ, മാനുഷിക സൗഹാർദ്ദം പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ ചില വ്യാഖ്യാന പ്രശ്നങ്ങളാണ്. ശരിയായ രൂപത്തിൽ അതിന് വിപരീതമാണല്ലോ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുമ്പോൾ അദ്ദേഹത്തിൻ്റെ പടയങ്കി ഒരു ജൂതൻ്റെ അടുക്കൽ പണയത്തിലാണെന്ന് പറയുമ്പോൾ ഭൗതിക കാര്യങ്ങളിൽ പരസ്പര സഹകരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ, മുസ്ലിങ്ങളല്ലാത്തവരുമായി സഹകരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്കതിന് പറ്റും. മുസ്ലിങ്ങളല്ലാത്ത ആളുകളുടെ അസ്തിത്വം ഉണ്ടാവാനേ പാടില്ല എന്ന നിലക്ക് ചില ആയത്തുകളെയും ഹദീസിലെ സന്ദർഭത്തിൽ നടത്തിയെടുക്കുമ്പോൾ നാം അവരോട് പറയാറുള്ളത്, അപ്പോൾ ഖുർആനിൽ വൈരുദ്ധ്യമുണ്ടോ? ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. മതത്തിൽ നിർബന്ധമില്ല. ഇതിന് കാരണം ഖുർആൻ തന്നെ പറയുന്നുണ്ട്. എന്താണ് നിർബന്ധമില്ലാത്തത്? സത്യം അസത്യത്തിൽ നിന്ന് വെളിവായിരിക്കുന്നു, വ്യക്തമായിരിക്കുന്നു, അത് തുറന്നു വച്ചിരിക്കുന്നു. ഈ സത്യത്തിന് വ്യക്തതയുണ്ട്.
അതുകൊണ്ട് അത് നിർബന്ധിപ്പിച്ച് സ്വീകരിക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ്. അതാണ് ഇതിൻ്റെ തുടക്കം. വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും, ഖുൽ നീ പറയുക പ്രവാചകരെ, അൽ ഹഖ്ഖു ഈ സത്യം, മിൻ റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ളതാണ്. പ്രവാചകരെ പറയണം, ഈ സത്യം നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ളതാണ്. ഇതൊരു ദൈവിക സത്യമാണ്. മതത്തിൻ്റെ ഓരോ നിയമങ്ങളുടെയും ഹാക്കിം അള്ളയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് സാങ്കേതികമായി നമ്മൾ ശാരിയ എന്ന് പറയും. അതെന്തർത്ഥത്തിലറിയോ? അള്ളാഹുവിൻ്റെ വഹി എത്തിച്ചു തരുന്ന മുബല്ലിഗ് എന്ന നിലക്കാണ്. പക്ഷെ മതത്തിൽ നിയമം പറയുന്നത് ആത്യന്തികമായി ആരാണ്? അള്ളാഹുവാണ്. അത് മറ്റൊരാൾക്ക് അതിനൊരു നിയമം പറയാനുള്ള അധികാരമുണ്ട് എന്ന് വിശ്വസിക്കൽ പോലും എന്താണ്? ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് വിരുദ്ധമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരാശയം. അതുകൊണ്ട് ഈ സത്യം അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണെന്ന് നീ പറഞ്ഞുകൊള്ളുക. ഈ സത്യം അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്നുള്ളതാണെന്ന് നീ അത് തബയ്യനൽ ഹുദ മിനദ്ദലാൽ, വഴികേടിൽ നിന്നും ഈ ഹുദ വ്യക്തമായിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് എന്തു വേണം? സത്യം മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഇനി എന്ത് ചെയ്യാം? ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. അതുകൊണ്ട് വേണ്ടുന്നവർ വിശ്വസിക്കട്ടെ, വേണ്ടുന്നവർ അവിശ്വസിച്ചും കൊള്ളട്ടെ. ആർക്കെങ്കിലും ഇത് സ്വീകരിക്കണം തോന്നുകയാണെങ്കിൽ അവന് സ്വീകരിക്കാം. ഇനിയോ ഇത് തള്ളിക്കളയണം, നിഷേധിക്കണം തോന്നുകയാണെങ്കിലോ അവന് നിഷേധിക്കുകയും ചെയ്യാമെന്ന് പറയുമ്പോൾ അനുവാദമാണോ? അനുവാദമാണോ? ഒന്ന് ബൈക്കെടുത്ത് അങ്ങാടി പോകാൻ വേണ്ടിയിട്ട് ഉമ്മാനോട് ഇങ്ങനെ ചോദിക്കുകയാണ്. ഉമ്മ പറയണം ഇതൊന്ന് പൊയ്ക്ക എന്ന് പറയുമ്പോൾ പോകണമെന്ന അനുവാദമല്ലത്. നീ ചോദിക്കാൻ തന്നെ വരണ്ടെന്ന് അതിൻ്റെ അർത്ഥം. പക്ഷേ അതൊരു അനുവാദമാണെന്ന് വിചാരിക്കുന്ന പോലെ ഇത് അനുവാദമല്ല. അവിശ്വസിക്കാൻ അനുവാദം ഖുർആൻ തന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ഇതൊരു ഭീഷണിയാണ്. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് നിരാകരിക്കാം. പക്ഷേ നിരാകരിക്കുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ഇന്നാ അഅ്തദ്നാ ലിദ്ദാലിമീന നാറൻ അഹാത ബിഹിം സുറാദിഖുഹാ. ഇന്നാ അഅ്തദ്നാ ലിദ്ദാലിമീന നാറ. അക്രമികൾക്ക് ഒരു നരകത്തെ നാം തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. നിശ്ചയമായും അക്രമികൾക്ക് നാം ഒരു അഗ്നിയെ, നരകത്തെ ഒരുക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ നിരാകരിച്ച് നരകത്തിലേക്കെത്തലായിരിക്കും അതിൻ്റെ ഫലം എന്ന ഭീഷണിയാണ് അവിടെയുള്ളത്. ആ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ തീഷ്ണത നമുക്ക് മനസ്സിലാക്കി തരുന്ന വാചകങ്ങൾ അള്ളാഹു പറയാറുണ്ട്. ഇവിടെ എന്താ പറഞ്ഞത്? അഹാത്ത ബിഹിം സുറാദിഖുഹ, അഹാത്ത ബിഹിം സുറാദിഖുഹ. അതിൻ്റെ ആ പുറം മൂടി അവരെ വലയം ചെയ്തിരിക്കും. സുറാദിക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മതിലാണ്. മതിൽ അതൊരു അനറബി വാക്കാണെന്ന് ചില ആളുകൾ പറയാറുണ്ട്. ഒരു മതിൽ, അതായത് നരകത്തിൻ്റെ പുകകളും തീകളും യും ശക്തി കൊണ്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു വലയമാണ്. അപ്പോൾ ഒരു ഭീതിയുണ്ട് അവിടെ. മാത്രമല്ല ആ മതിലുകളെ മറികടന്ന് ഒരാൾക്ക് പോകാൻ പറ്റില്ല. രക്ഷപ്പെടാനുള്ള ഒരു പഴുതുകളുമില്ലാത്ത ഒരു മറ, ഒരു ചുമർ യഥാർത്ഥത്തിൽ എന്തായിരിക്കും? ആ നരകത്തിന് ചുറ്റുമുണ്ടാകും. അതിലവർ ബന്ധനസ്ഥർ കൂടെയാണ്. കുല്ലമ അറാദു അ യഖ്റുജു മിൻഹ ഉഈദു ഫിഹ. പോകാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവരതിലേക്ക് എന്ത് ചെയ്യും? തിരിച്ചു കൊണ്ടുവരും. അങ്ങനത്തെ മതിൽക്കെട്ടുകളുള്ള ബന്ധവസ്ഥാക്കപ്പെട്ട ഒരു നരകത്തിലാണ് അവരുണ്ടായിരിക്കുക എന്നാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ കഴിയല്ലാതെ നിവർത്തില്ല അർത്ഥം. ഇനി കഴിയുമ്പോഴുള്ള അവസ്ഥയോ അവർ ദാഹത്തിൽ വെള്ളത്തിന് വേണ്ടി, സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുന്ന പക്ഷം, വെള്ളത്തിന് അപേക്ഷിക്കുന്ന പക്ഷം, യുഗാസു അവർക്ക് സഹായമായി നൽകപ്പെടും. എന്താണ് നൽകപ്പെടുക? ബിമാ ഇൻകൽ മുഹിൽ, ഉരുകിയൊലിക്കുന്ന ദ്രാവകം പോലെയുള്ള ഒരു ലായനി, ഒരു വെള്ളം അവർക്ക് കുടിപ്പിക്കപ്പെടുമെന്നർത്ഥം. ലോഹദ്രാവകം, അതാണ് മുഹിൽ. ലോഹദ്രാവകം പോലെയുള്ള ഒന്ന് അവർക്ക് നൽകപ്പെടും. യശ്വിൽ വുജൂഹ്, അത് കുടിക്കാൻ വേണ്ടി മുഖത്തേക്ക് എടുക്കുമ്പോൾ എന്ത് ചെയ്യും? ആ മുഖം എന്ത് ചെയ്യും? ആ മുഖങ്ങളെ ചുട്ടരിച്ച് കളയും. ഷവായശ്വി എന്ന പൊരിച്ച് കളയുന്ന, തീയിൽ വെന്തു പോകും. അത് എടുക്കാൻ വേണ്ടി, കുടിക്കാൻ വേണ്ടി മുഖത്തേക്ക് വരുമ്പോഴേക്കൊരു മുഖം വെന്തു പോകുമെങ്കിൽ അത് കുടിക്കുന്നതിൻ്റെ അവസ്ഥ എന്താണ്? അതാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുക.
ബിഅ്സശ്ശറാബു വസ്സാഅത് മുർത്തഫഖ. ബിഅ്സശ്ശറാബ്, എത്ര ചീത്ത പാനീയം, എത്ര മോശം പാനീയം, എത്ര മോശപ്പെട്ട പാനീയമാകുന്നു അത്. മാത്രമല്ല വസാഅത്ത് മുർത്തഫക്ക, എത്ര ദുഷിച്ച വിശ്രമസ്ഥലം. മുർത്തഫക്ക്, ഇർത്തഫക്ക എന്ന് പറഞ്ഞാൽ അത് കൂടെ കിട്ടുന്ന വസ്തുക്കളാണ്, അവിടെ കൂടെ ഉണ്ടാവുന്നത്. അതിൻ്റെ ഒപ്പം എന്തൊക്കെയാണോ അവരൊപ്പുള്ളത് അതൊക്കെ ഏറ്റവും മോശമാണ്. അത് കൂടെ ഉണ്ടാവുന്നതിനേക്കാളും നല്ലത് ഇല്ലാതിരിക്കലായിരിക്കും. അത്രമാത്രം മോശപ്പെട്ടതാണ് അവർക്ക് കൊടുക്കുന്ന പാനീയങ്ങൾ. അതുകൊണ്ട് ഇവിടെ സത്യം ഇവിടെയുണ്ട്. സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ സ്വീകരിക്കാതിരുന്നാൽ വരാവുന്ന ഫലം ഇതാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇനിയോ, എന്നാൽ ഇത് സ്വീകരിച്ചവർക്കുള്ള അവസ്ഥയോ, ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത് ഇന്നാ ലാ നുളീഉ അജ്റ മൻ അഹ്സന അമല. ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്, എന്നാൽ വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ. വിശ്വസിക്കാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിൽ, മലക്കുകളിൽ, പ്രവാചകന്മാരിൽ, വേദഗ്രന്ഥത്തിൽ, വിധിയിൽ, അതിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ. വഅമിലുസ്സാലിഹാത്ത് എന്ന സൽപ്രവർത്തനം നിർബന്ധവും ഐച്ഛികവുമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും അത് പ്രവർത്തിക്കുകയും ചെയ്താൽ ഇന്നാ ലാ നുളീഉ അജ്റ മൻ അഹ്സന അമല, എന്താണ്, പ്രവർത്തനം നന്നാക്കുന്നവരുടെ പ്രതിഫലം നാം പാഴാക്കി കളയുകയില്ല. നല്ല പ്രവർത്തനമാവൽ എപ്പോഴാ? നല്ല നിയ്യത്ത് വേണം, മുതാബഅത്തുർ റസൂൽ വേണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക പിൻപറ്റിയിട്ടായിരിക്കണം ചെയ്യേണ്ടത്, മതപ്രമാണങ്ങളുടെ പിന്തുണ വേണം. അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെയും അള്ളാഹു പാഴാക്കി കളയുകയില്ല. നമ്മളതിൻ്റെ ഒരു ഇതിൽ വെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മളൊന്നും കൂടി എടുത്തു പറയും. അപ്പം നമുക്ക് ഒന്ന് വിശദീകരിക്കാം. എന്നിട്ട് അള്ളാഹു ആ സ്വർഗത്തെ വിശദീകരിക്കുകയാണ്. ഉലൈക ലഹും ജന്നാത്തു അദ്ന തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ. ഉലൈക ലഹും, അവർക്കുണ്ട്, അല്ലെങ്കിൽ അക്കൂട്ടർ, അവർക്ക് എന്താണുള്ളത്? ജന്നാത്തു അദ്ൻ, ജന്നത്ത്, ജന്നാത്ത്, ഉദ്യാനങ്ങൾ, തോട്ടങ്ങൾ, സ്വർഗം. അദ്നിൻ, അദ്ൻ എന്ന് പറഞ്ഞാൽ നിത്യവാസത്തിൻ്റെ ഇഖാമത്താണ്. സ്ഥിരമായി താമസിക്കുന്ന സ്ഥിരവാസത്തിൻ്റെ സ്വർഗത്തോപ്പുകൾ അവർക്കുണ്ട്. സ്ഥിരമായി താമസിക്കാൻ പറ്റുന്ന സ്വർഗത്തോപ്പുകൾ അവർക്കുണ്ട്, നിത്യവാസത്തിൻ്റെ. എന്താണ് അതിൻ്റെ പ്രത്യേകത? തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ, താഴ്വാരത്തിലൂടെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നവയാണ്. അവർ താമസിക്കുന്ന വീടുകൾക്ക് അടിയിലൂടെ നദികൾ ഒഴുകും. യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബ്. അല്ലേ, ഒരു സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി മനുഷ്യൻ എത്ര ലക്ഷങ്ങളാണ് ചിലവാക്കുന്നത്, എത്ര ആയിരങ്ങളാണ് ചിലവാക്കുന്നത്. സ്വർഗത്തിൽ ആഡംബര ജീവിതത്തിൽ അതുണ്ട്. എന്താണ് അവർക്ക്? നല്ല സ്വർണത്തിൻ്റെ വളകളെ കൊണ്ട് അവർക്ക് ആഭരണം അണിയിക്കപ്പെടും. വയൽബസൂൻ, അവർ ധരിക്കും സിയാബൻ, വസ്ത്രങ്ങൾ, ഹുൽറൻ, പച്ച നിറത്തിലുള്ള, മിൻ സുന്ദുസ്, നേരിയ പട്ട്, സുന്ദുസ് നേരിയ പട്ട്, വ ഇസ്തബറക്, കട്ടിയുള്ള പട്ട്, കട്ടിയുള്ള പട്ടുകൊണ്ടും നേരിയ പട്ടുകൊണ്ടുമുള്ള പച്ച ഉടുപ്പുകൾ അവർക്ക്, വസ്ത്രങ്ങൾ അവർക്ക് ധരിപ്പിക്കപ്പെടും. ഇനിയോ ആ ജീവിതത്തിൻ്റെ ഒരു ചിത്രം, അവരെത്ര സുഖലോലുപരും ആഡംബരപൂർവവും സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കുന്നതിൻ്റെയും ആ ഒരു വിശ്രമത്തിൻ്റെ റാഹത്ത്, ആസ്വാദനം, അതാണ് അടുത്ത വാക്ക്. എന്താണ്? മുത്തക്കിഈന ഫീഹാ അലൽ അറായിക്. മുത്തക്കിഈന ഫീഹ, അതിലവർ ചാരി ഇരുന്നു കൊണ്ടിരിക്കും. മനസ്സിലായി? ചാരി ഇരിക്കണമെങ്കിൽ എന്താ അറിയോ? ഇനിയിപ്പോൾ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനല്ല. നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ ഡ്യൂട്ടിയും കഴിഞ്ഞ് വീട്ടിലെത്തി, ഇനി പിറ്റേന്ന് രാവിലെ ഇനി ഡ്യൂട്ടി ഉള്ളൂ. നമ്മൾ മനസ്സിക്കൊരു ആശ്വാസമാണല്ലോ, ആ ഒരു ഇരുത്തുണ്ടല്ലോ, ഒരു ചായയും കുടിച്ചിട്ടൊരു ഇരുത്തം. അത്ര ചാരി, ഒരു മനസ്സിക്കൊരു വിഷമമില്ലാത്ത ആ ഒരു വിശ്രമ അവസ്ഥയിൽ ചാരി ഇരുന്നു കൊണ്ടിരിക്കുക. എവിടെ? അരീക്ക തറായിക്ക, അവിടുത്തെ അലങ്കൃതമായ കട്ടിലുകളിൽ. നിഅമസ്സവാബു വഹസുനത് മുർത്തഫഖ. നിഅമസ്സവാബ്, എന്തൊരു വിശിഷ്ടമായ പ്രതിഫലം. വഹസുനത്ത് മുർത്തഫഖ, അത് വളരെ നല്ല വിശ്രമസ്ഥലം. അവരെ കൂടെ ഉള്ളത് ഏറ്റവും നല്ല ആ സ്വർഗത്തിന് അനുയോജ്യമായിട്ടുള്ള സുഖങ്ങളാണ് അവർക്കുള്ളത് എന്നതാണ്. ഇതാണ് നമ്മൾ 3 ആയത്തിൻ്റെ ഏകദേശ അർത്ഥം.
ഇനി അതിൻ്റെ ആശയങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇത് കേൾക്കുമ്പോൾ ഒമൻ ഷാ ഫൽ യുമിൻ ഒമൻ ഷാ ഫൽ യക്ഫുർ എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് എന്താ വരിക? എന്താ സാധാരണഗതിയിൽ വരിക? അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കും, സ്വർഗത്തിലാക്കും. അള്ളാഹു ഉദ്ദേശിക്കുന്നവർ ദലാലത്തിലാക്കും. വേഗം മനസ്സിലേക്ക് അതാ വരിക. ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ. സുഹൃത്തുക്കൾ, ആദ്യം പറഞ്ഞ വാക്കെന്താ? ഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും, ഈ സത്യം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ കുറേ ആശയങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹു തന്നിട്ടുള്ള വ്യക്തമായ സത്യം ഇതാ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നു. അത് പറയണം എന്തിനാ? വന്നത് നമുക്ക് സ്വീകരിക്കാൻ കഴിയൂലെങ്കിൽ നമ്മളോട് ഇതാ സത്യം വന്നിരിക്കുന്നു എന്ന് പറയും. അത് സ്വീകരിക്കാൻ ലോകത്തുള്ളവർക്കൊക്കെ പറ്റും. പക്ഷെ അവൻ ആഗ്രഹിക്കണം, അവന് ബോധ്യപ്പെടണം, അപ്പം മാത്രമേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇന്നവർ സ്വീകരിക്കണം അള്ളാഹു തിരിക്കല്ല ചെയ്യുന്നത്. മറിച്ച് നമ്മൾ അതിലേക്ക് താല്പര്യം കാണിച്ചാൽ നമ്മൾ അതിലേക്ക് എത്തും. അതാണ് മറ്റൊരാശയം. ഫലാ തത്ലുബുൽ ഹഖ്ഖ മിൻ ത്വരീഖി ഗൈറ ത്വരീഖില്ല, അള്ളാഹുവിൻ്റെ വഴിയിലൂടെ അല്ലാതെ മറ്റൊരു വഴിയിലൂടെ നീ സത്യത്തെ അന്വേഷിക്കരുത്. ലിഅന്നൽ ഹഖ്ഖ മിൻ ഇൻദില്ല, അതായത് സത്യം എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായി ഉപകാരപ്പെടുന്ന, ഒരിക്കലും കാലഹരണപ്പെട്ടു പോകാത്ത, മറ്റൊരു സന്ദർഭത്തിൽ ശരിയും മറ്റൊരു സന്ദർഭത്തിൽ തെറ്റുമാവാത്ത യഥാർത്ഥ സത്യം അത് അള്ളാഹുവിൽ നിന്ന് വന്നത് മാത്രമാണ്. വേറെ ഏത് പ്രത്യയശാസ്ത്രവും ആശയങ്ങളും എന്ത് നമ്മൾക്ക് അല്പസമയം കുഴപ്പമില്ലാതെ തോന്നിയ സംഗതികളൊക്കെ പിന്നീട് ഒരിക്കൽ ഒരു സന്ദർഭം വരുമ്പോൾ അതൊന്നും ശരിയല്ലെന്ന് നമുക്ക് തോന്നും. അതുകൊണ്ട് ഏതു കാലത്തേക്കും പറ്റുന്ന, ഏത് വ്യക്തിക്കും പറ്റുന്ന യഥാർത്ഥ സത്യം ആരിന്നേ കിട്ടുള്ളൂ? അള്ളാഹുവിൽ നിന്നേ കിട്ടുള്ളൂ എന്നുള്ളൊരാശയം അതിലുണ്ട് എന്നർത്ഥം. ഇനിയോ അത് സ്വീകരിക്കാത്തവർക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന നാറ അഹത ബിഹിം സുറാദിഖുഹാ സുവറുഹ അൽ മുഹീതു ബിഹാ, അതിൻ്റെ ചുറ്റുഭാഗവും കവചം ചെയ്തിട്ടുള്ള മതിലുകളുണ്ട് എന്നാണ്. ഫലൈസ ലഹും മൻഫദ്, അവർക്കെന്തില്ല? ഒരു മൻഫദില്ല. അതിന്ന് പുറത്ത് കടക്കാനൊരു വഴിയില്ല, അത് രക്ഷപ്പെടാൻ വർഗവുമില്ല. തസ്ലാഹു മുന്നാറുൽ ഹാമിയ, ചുട്ടുപൊള്ളുന്ന തീയെ അവരെ കരിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. സത്യത്തിൽ എന്താ വെച്ചാൽ, ജീവിതത്തിൽ എന്തെങ്കിലും സുഖമോ സന്തോഷമോ കിട്ടുന്നതിൻ്റെ സർവ്വ പ്രതീക്ഷകളും, എന്തെങ്കിലും ഒരു അനുകൂലമായ അവസ്ഥ ഉണ്ടാകുന്നതിനെക്കുറിച്ചുള്ള പൂർണ്ണ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകും. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. നമ്മുടെ രോഗത്തിന് ചികിത്സ ഇല്ല എന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു നിസ്സഹായതല്ലേ? ഇനി ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തേക്കില്ല എന്ന് അറിയുമ്പോൾ ഒരു നിസ്സഹായതല്ലേ? അതാണ് കത് ഐസു മിൻ കുല്ലി ഖൈർ, എല്ലാ നന്മയിലും അവർ നിരാശരായി. വനസിയഹുമുർ റഹീം, പരമകാരുണ്യകൻ അവരെ മറന്നു. ഫിൽ അദാബിയ, ശിക്ഷയിൽ. കമാനസൂഹു, അവൻ അവരെ മറന്ന പോലെ. അള്ളാഹുവിനെ വിസ്മരിച്ചിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ ഓരോ വാക്കുകളും കമൻറ്റുകളൊക്കെ ഇവിടെ ഇങ്ങനെ പറയുന്ന വർത്തമാനങ്ങൾ കേട്ടാൽ ഓർക്കൊക്കെ അതല്ലാതെ എന്താ കൊടുക്കുക? എനിക്ക് സ്വർഗം വേണ്ട അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്. ആലോചിക്കണേ നിങ്ങൾ, ധൈര്യം എത്രയാണ് നിങ്ങൾ? അള്ളാഹുവിനെ ചോദ്യം ചെയ്തിട്ട് പരിഹസിക്കുന്ന ആളുകളുണ്ട്. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനെ വിസ്മരിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ വില മനസ്സിലാകും അങ്ങനത്തെ ഒരു ദിവസം. പക്ഷെ അവിടുന്ന് അത് മനസ്സിലായിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അള്ളാഹുവിനെ മറന്നവരെ അള്ളാഹു മറക്കുന്ന ഒരു ലോകമാണ് നരകം. ഇന്നാലാ നുളിഉ അജ്റ മൻ അഹ്സന അമല, മറ്റൊരു കാര്യം, അള്ളാഹു നമുക്ക് ധാരാളം ആളുകൾ വെറുതെ വസ്വാസ് കൊണ്ട് മനസ്സിലിങ്ങനെ ഞാൻ ചെയ്ത് സ്വീകരിക്കൂലേ, എനിക്ക് അങ്ങനെ ആവോ ഇങ്ങനെ ആവോ എന്നൊക്കെ അങ്ങനെ വെറുതെ ആശങ്ക, അതിൻ്റെ ആവശ്യമില്ല. അള്ളാഹു ഉറപ്പ് പറയുന്നത് ഇന്നാലാ നുളിഉ അജ്റ മൻ അഹ്സൻ, നന്മ പ്രവർത്തിച്ചയുടെ പ്രതിഫലത്തെ നാം പാഴാക്കി കളയില്ല. ഇഹ്സാനുൽ അമൽ, നന്മ ചെയ്യുക എന്നുള്ളത്, അൻ യുരീദൽ അബ്ദ് അൽ അമൽ ലി വജ്ഹില്ല. എന്താ നന്മ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ആവണം പ്രവർത്തനം. ഒരു പ്രവർത്തനത്തിന് പിന്നിൽ കുറേ ഉദ്ദേശങ്ങളുണ്ടാവാം. ഒരു പ്രവർത്തനത്തിന് പിന്നിൽ ധാരാളം ഉദ്ദേശങ്ങളുണ്ടാവാം. മനസ്സിലായില്ലേ? പക്ഷേ ആത്യന്തികമായ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രീതി ആയിരിക്കണം. മുത്തബിഅൻ ഫി ദാലിക ശറ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ശറഇനെ പിൻപറ്റിക്കൊണ്ട് ചെയ്യും വേണം. ഫഹാദൽ അമൽ ലാ യുളിഉഹുല്ലാഹ്, ഈ പ്രവർത്തനത്തെ അള്ളാഹു പാഴാക്കുകയില്ല എന്നാണ്. വല ഷൈഅൻ മിൻഹു, അതിലൊന്നിനെയും, വലിയഹ്ഫളുഹു ലിൽ ആമിലീൻ, പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹു ആ നന്മകളെ കാത്തുവെക്കും. വയുവഫീഹിം മിനൽ അജ്ർ,
അതിൻ്റെ പ്രതിഫലങ്ങളെ അവർക്ക് പൂർത്തിയാക്കി കൊടുക്കും. ബിഹസ്ബി അമലിഹിം, അവരുടെ പ്രവർത്തനങ്ങളുടെ കണക്കനുസരിച്ചുകൊണ്ട് അവർക്ക് അതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകും എന്നുള്ള ഒരാശയമാണ്. എന്നാൽ നരകത്തെക്കുറിച്ച് പറഞ്ഞു നോക്കും നിങ്ങൾ. നരകത്തെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറയുന്നത് ആ നരകം അവർക്ക് രക്ഷപ്പെടാൻ പഴുതുകളില്ലാത്തൊരു നരകമാകുന്നു. വേറൊരു സ്ഥലത്ത് അള്ളാഹു പറയണത് നല്ല ചുട്ടുതിളക്കുന്ന വെള്ളം അവർക്ക് കുടിക്കാൻ കൊടുക്കും. അവിടെ ആമാശയങ്ങൾ അതുപോലെ എന്ത് ചെയ്യും? ഭേദിക്കപ്പെടുമെന്നാണ്. എന്തായിരിക്കും അതിൻ്റെ വേദന, എന്തായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്കുന്നത്. മറ്റൊരു സ്ഥലത്ത് സൂറത്ത് നിസാ 56 അള്ളാഹു പറഞ്ഞത് കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, അവിടെ തൊലികൾ പാകമായി വെന്ത് പാകമാകുമ്പോൾ അവർക്ക് പകരം തൊലികളെ കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ സ്വർഗത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, സ്വർഗത്തിലെ വസ്തു എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ഖുർആൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാലായ ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത സ്വർഗത്തിൽ. അതെങ്ങനെ നമുക്ക് മനസ്സിലാവുക? നമ്മളിതുവരെ കാണാത്ത ഒരു വസ്തുവിനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും? നമ്മളിതുവരെ കേൾക്കാത്ത ഒരു ഭാവനയിൽ ചിന്തിക്കാൻ പറ്റാത്ത. അപ്പോൾ നമ്മൾ സ്വർഗത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതൊക്കെ ഈ ഭൗതിക കാര്യങ്ങൾ വെച്ചാണ്. കാരണം ഭാഷയിൽ ഒരിക്കലും സ്വർഗത്തിലെ വിഭവങ്ങൾക്ക് പേര് വേറെ ഉണ്ടാവില്ല. അങ്ങനെ പേരില്ലായിരിക്കാൻ കാരണം എന്താ അറിയോ? അവിടുത്തെ പേര് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് ഇവിടുത്തെ പേര് പറയുമ്പോൾ ഇവിടുത്തെ വസ്തുവിൻ്റെ പേരാണ്. അത് മുന്തിരി അറിയുമ്പോൾ ഇവിടുത്തെ മുന്തിരിയാണ് മനസ്സിക്ക് വരുള്ളൂ. പക്ഷേ അതും ഇതും തമ്മിൽ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും വിദേശ നാടുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ വസ്തുവാണെന്ന് തന്നെ അറിയാൻ പറ്റില്ല. അത്ര ക്വാളിറ്റിയിലെ സാധനങ്ങൾ നമ്മൾ കാണും ഫ്രൂട്ട്സിലൊക്കെ. അപ്പോൾ എന്താണ് അതിൻ്റെ അവസ്ഥ? അപ്പോൾ നമ്മുടെ ഭാവനകളിൽ കാണാൻ പറ്റാത്തതാണ് യഥാർത്ഥത്തിൽ അവിടെ ലഭിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ അതിന് അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതല്ല അതെന്ന് മനസ്സിലാക്കണം. അത് സ്വർഗത്തിൻ്റെ അവസ്ഥകൾക്കനുസരിച്ച് കൊണ്ടുള്ള ഒരു കാര്യങ്ങളായിരിക്കും അത് എന്നാണ്. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൗളിഉ സൗത്തിൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് വെക്കുന്ന സ്ഥലം, അത്ര കുറഞ്ഞൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഖൈറും മിന ദുനിയ വമാ ഫിഹ. സ്വർഗത്തിൻ്റെ ഒരു വില മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. നമ്മൾ സാധാരണ പറയലില്ലേ എന്താ വെച്ചാൽ, ഇവിടെ നമുക്ക് 100 ഏക്കർ വാങ്ങുന്ന പൈസ കൊണ്ട് നമുക്ക് ആ ടൗണിൽ ഒരു 10 സെൻറ്റ് വാങ്ങാൻ പറ്റൂല. ഇവിടെ 100 ഏക്കർ വാങ്ങണ പൈസ ഉണ്ടെങ്കിൽ അവിടെ 10 സെൻറ്റ് കിട്ടൂല. എന്താ പറയാൻ കാരണം? അവിടെ അത്രയും വില കൂടിയതാണ്. ഒരു ചാട്ടവാറ് വെക്കുന്ന സ്ഥലം, എത്ര സ്ഥലം വേണം? ആ സ്ഥലത്തുള്ള സുഖ സൗകര്യങ്ങൾ ഈ ഭൂമിയിലുള്ള മുഴുവൻ സുഖ സംവിധാനങ്ങളുടെയും അത്ര ഉണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ നമ്മളത് മനസ്സുകൊണ്ട് കണക്കാക്കുക സുഹൃത്തുക്കളെ? ഇപ്പോൾ എന്തായിരിക്കും സ്വർഗം എന്ന് ആലോചിക്കുന്നത്? ബുഖാരി മുസ്ലിം ഹദീസാണ്. മൗളിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറും മിന ദുനിയ വമാ ഫീഹാ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സ്വർഗ്ഗമാണ് നമ്മൾ ഈ ദീനനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ലഭിക്കുന്നത് എന്നാണ്. അപ്പോൾ സത്യത്തിൽ ആ സ്വർഗ ജീവിതത്തിൻ്റെ സന്തോഷ സുഖങ്ങളാണ് മയദുല്ലു അല കമാലി റാഹ. ആ ചാരിയിരിക്കും പറഞ്ഞല്ലോ, അത് ശരിക്കും അവിടുത്തെ സന്തോഷത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും പൂർണ്ണതയാണ് കാണിക്കുന്നത്. വസവാലു നസ്ബി വത്താം, ക്ഷീണല്ല, കുഴക്കില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയുമില്ല. മാത്രമല്ല അവർക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് എന്തും സപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ശരിയായ സേവകന്മാർ ഹദമുണ്ട് അവിടെ. മാത്രമല്ല ജന്നാത്തു അദ്നാണ്. അവരെന്താണ്? തമാമുദാലിക്കൽ ഖുലൂദ് അദ്ദായിം, എന്നും അവിടെ അവർക്ക് കഴിഞ്ഞുകൂടാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്വർഗമാണ്, അങ്ങനത്തെ സൗകര്യങ്ങളാണ് അള്ളാഹു അവർക്കവിടെ ഏർപ്പെടുത്തി കൊടുക്കുന്നതെന്നാണ്. അപ്പോൾ ഈ സത്യം അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും ജീവിക്കാനും നമ്മൾ തയ്യാറാകും. ഒരു വിട്ടുവീഴ്ചയും, സ്വർഗം നഷ്ടപ്പെടുത്തുന്ന ഒരു വിട്ടുവീഴ്ചയും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതാണ് 3 ആയത്തുകൾ. ഒന്നുമില്ല, അള്ളാഹുവിൻ്റെ അടുക്കുന്നതാണ് വ്യക്തമായ സത്യം. ഇഷ്ടമുള്ളവന് സ്വീകരിക്കാം, ഇഷ്ടമുള്ളവന് നിരാകരിക്കാം. പക്ഷേ എന്താണ്, അവനത് സ്വീകരിക്കുകയാണെങ്കിൽ സ്വർഗ്ഗമാണ്, സ്വീകരിക്കുന്നില്ലെങ്കിൽ നരകമാണ്. സ്വർഗം എങ്ങനെയായിരിക്കും, നരകം എങ്ങനെയായിരിക്കും, അതാണ് പറഞ്ഞത്. വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ ഇന്നാ അഅ്തദ്നാ ലിദ്ദാലിമീന നാറൻ അഹാത ബിഹിം സുറാദിഖുഹാ വഇൻ യസ്തഗീഥൂ യുഗാഥൂ ബിമാഇൻ കൽമുഹ് യശ്വിൽ വുജൂഹ്
بئس الشراب وساءت مرتفقا إن الذين آمنوا وعملوا الصالحات إنا لا نضيع أجر من أحسن عملا أولئك لهم جنات عدن تجري من تحتهم الأنهار يحلون فيها من أساور من ذهب ويلبسون ثيابا خضرا من سندس واستبرق متكئين فيها على الأرائك نعم الثواب وحسنت مرتفقا. വളരെ നമ്മളെ ഉത്ബോധിപ്പിക്കുന്ന ഒരാശയമാണ് നമ്മൾ കേട്ടത്. ശരിയായ നിലക്ക് സ്വർഗത്തെ ആഗ്രഹിക്കാനും നരകത്തെ ഭയപ്പെടാനും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഈ ആത്യന്തികമായ സത്യത്തെ അറിയാനും അംഗീകരിക്കാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.